അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന ഈ വേളയിൽ മുസ്ലിമീങ്ങളായ നമ്മുടെ വിവേകം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോഴും പറയുമ്പോഴും നല്ല സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇന്ന് തുടങ്ങിയതല്ല, കാലങ്ങൾക്ക് മുമ്പേ അതുള്ളതാണ്. അത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഹിന്ദു മുസ്ലിം തമ്മിലുള്ള പോരാട്ടമായി തീർക്കാൻ ചെറിയ ചെറിയ കക്ഷികൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് അന്നം കഴിക്കുന്നവർക്കറിയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ഹിന്ദു മുസ്ലിം അതൊരു സംഘടനമായി അതിൽ ഒരു ആവേശം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ വലയിൽ വീഴ്ത്താനാണ്. ഈ രാജ്യത്തിനെതിരെ തിരിയാനും രാജ്യത്തിൻ്റെ അഖണ്ഡതയും എല്ലാം പിച്ചു ചീന്താനുമാണ് ചില ആളുകൾ ശ്രമിക്കുന്നുള്ളത്. നമ്മളൊരിക്കലും അങ്ങനെയുള്ള ട്രാപ്പുകളിൽ കുടുങ്ങിപ്പോകരുത്. ഇന്ത്യയെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചിത്രീകരിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നും വീണു പോകരുത്. എല്ലാവരും ഇസ്ലാം എന്ന് പറഞ്ഞ് ഊതിവീർപ്പിക്കുമ്പോൾ അവരുടെ പൂതി അവർ തീർക്കട്ടെ, അവർ പറഞ്ഞോട്ടെ, അവരെന്തും പറയട്ടെ, അവർ ഇസ്ലാമിനെ കുറിച്ച് എഴുതട്ടെ. അവർക്കെല്ലാം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഖണ്ഡതയും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്ന ഹിന്ദു മതക്കാർ തന്നെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതക്കാർ അവർ തന്നെ മറുപടി കൊടുക്കും. നമ്മളൊന്നും മിണ്ടരുത്. നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ അത് ഏത് രാജ്യമായാലും അതിനെതിരെ തിരിയണമെന്ന് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ അതിന് സപ്പോർട്ടുമാണ്. നമുക്കാരുടെയും മുമ്പിൽ ഈ രാജ്യസ്നേഹം തെളിയിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ഇനി വരികയുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെയും കൂടിയാണ്, ആരുടെയും വകയല്ല ഇന്ത്യ രാജ്യം. ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ഇന്ത്യയല്ല, ഇത് ഒരു ക്രിസ്ത്യാനിയുടെ ഇന്ത്യയല്ല, ഒരു ഹിന്ദുവിൻ്റെ ഇന്ത്യയല്ല, മറിച്ച് നമ്മളെല്ലാവരുടെയും രാജ്യമാണ് ഇന്ത്യ. ഇവിടെ മതമുള്ളവനുണ്ട്, മതമില്ലാത്തവനുണ്ട്, എല്ലാവരുമുണ്ട്. ഈ രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ രാജ്യത്തെ പിച്ചു ചീന്താൻ വരുന്നവരെ നേരിടാൻ നമ്മൾ തയ്യാറാവണം. ഈ ഇന്ത്യയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തവരാണ് ഹിന്ദുക്കളും മുസൽമാനും ക്രിസ്ത്യാനികളും. ഇവരെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു രാജ്യം ഉണ്ടായത്. ഇവരെല്ലാം ചേരുമ്പോഴാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ വാക്കാലോ പ്രവൃത്തിയാലോ എഴുതാനോ ഒന്നും ചെയ്യരുത്. ചോറിവിടെയും കൂറവിടെയും ആവരുത് എന്ന് മാത്രം. അതായത് ഭൂതകാലത്ത് തന്നെ അഖണ്ഡതയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇന്ത്യൻ ജനത. അന്ന് മുതൽ തന്നെ പല ആളുകളും ശ്രമിച്ചതാണ് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. കാരണം ഇത് ഇന്ത്യയാണ്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ രാജ്യത്തിനെതിരാവാൻ പാടില്ല. ഭരിക്കുന്നവരല്ല രാജ്യം കാക്കുന്നവർ. കോൺഗ്രസ് ഭരിച്ചാൽ കോൺഗ്രസ് അല്ല ഈ രാജ്യം ഭരിക്കുന്നത്. അതേപോലെ തന്നെ രാജ്യം കാക്കുന്നത് കോൺഗ്രസ് അല്ല. BJP ഭരിച്ചാൽ BJP അല്ല ഈ രാജ്യം കാക്കുന്നത്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അവരല്ല ഈ രാജ്യം കാക്കുന്നത്. ഈ രാജ്യം കാക്കുന്നവർ നമ്മൾ തന്നെയാണ്. നമ്മളാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാമാണ്. എല്ലാവരുടെയും രാജ്യമാണ് ഇവിടെ ജീവിക്കുന്ന, ഈ മണ്ണിൽ ജനിച്ചു ജീവിക്കുന്ന എല്ലാവരുടെയും രാജ്യമാണ് ഈ രാജ്യം. അവരെന്തും പറയട്ടെ, മുസ്ലിമീങ്ങൾ അങ്ങനെയാണ്, ഇസ്ലാം അങ്ങനെയാണെന്നൊക്കെ പറയട്ടെ, നമ്മളിൽ അതിലൊന്നും പെടാതെ മാറി നിൽക്കണം. കാരണം നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവികാരത്തിന് വേണ്ടി നിൽക്കണം. നമ്മളെ അപരവൽക്കരിക്കാൻ പല ആളുകളും എഴുതും. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആരിഫ് ഹുസൈൻ പറഞ്ഞതെന്താണ്? മദ്രസയിലൊക്കെ സൈന്യത്തിൽ ചേരരുതെന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 1965 ഇന്ത്യ പാക് വാറിൽ ഇന്ത്യൻ സൈന്യത്തിന് നേതൃത്വം നൽകിയത് ഹവിൽദാർ അബ്ദുൽ ഹമീദാണ്. ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ധു അതിന് തുടക്കം കുറിച്ചതാരാണ്? അതിൻ്റെ മുൻനിരയിൽ നിന്നതാരാണ്? വനിതാ പക്ഷത്തു നിന്നും സോഫിയ ഖുറൈഷ്. അതെന്ത് മുസ്ലിമല്ലേ? ആ പേരുകളല്ലേ നമ്മൾ കേട്ടത്? 1965 മുസ്ലിമാണ്, 2025 നേതൃത്വം നൽകി കൊടുത്തത് മുസ്ലിമീങ്ങൾ തന്നെയല്ലേ? കാലം സാക്ഷിയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. സത്യങ്ങൾ എത്ര മൂടി വെച്ചാലും അത് ഒരു നാൾ പുറത്തു വരും.
തീർച്ച. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട. നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത് നടക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. പാകിസ്ഥാൻ ഇങ്ങോട്ടുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അതിന് മറുപടിയായി അതിൻ്റെ ഇരട്ടിയായി ഇന്ത്യ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ്. 1947 ജൂൺ 3 നടന്ന ഒരു യോഗം, ഇന്ത്യ രാജ്യത്തിന് ഒരു പതാക ഉണ്ടാവണമെന്ന് അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിച്ചു. എന്നിട്ട് സമിതി രൂപീകരിച്ചു 1947 ജൂലൈ 22 നമ്മുടെ ഇന്നത്തെ ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അന്ന് അംഗീകരിച്ചു. ഇതും കുറേ ആളുകൾ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അവരെയൊക്കെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിക്കുന്നത് കാണുമ്പോൾ അറിയാൻ കഴിഞ്ഞു അതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ആരെയും ഭയപ്പെടേണ്ട, നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക.